സമാധാനം പ്രധാനപ്പെട്ടതാണ്. അതിനേക്കാൾ പ്രധാനമാണ് ഓരോ രാഷ്ട്രത്തിന്റെയും പരമാധികാരവും. വളരെ ദിവസങ്ങളായി, പ്രത്യേകിച്ച് ഏപ്രിൽ മാസത്തിൽ നമ്മുടെ സാധാരണ ജനങ്ങളെ ഏതാണ്ട് 26 ടൂറിസ്റ്റുകളെ കൊന്നൊടുക്കിയ പാകിസ്ഥാനിലെ തീവ്രവാദികളുടെ നടപടികൾക്ക് എതിരെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണം വളരെ വലിയ തോതിൽ പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞു, പാകിസ്ഥാൻ ഈ ഗീർവാണങ്ങളൊക്കെ ആണവ ബോംബ് എന്നൊക്കെ പറഞ്ഞ് നിരന്തരമായി ഭീഷണിപ്പെടുത്തുമെങ്കിലും ഇന്ത്യയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന്. പാകിസ്ഥാൻ കരുതിയിരുന്നത് തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തിയ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാം എന്നതായിരുന്നു. എന്നാൽ ഇന്ത്യ 3 തരത്തിലുള്ള വാക്കുകളാണ് പ്രകടമായി ഉപയോഗിച്ചത്. ഒന്ന്, നമ്മുടെ ആക്രമണം കാൽക്കുലേറ്റഡ്, മെഷറബിൾ ആൻഡ് ഡി എസ്കലേറ്റിംഗ്. ഇത് 3ഉം ഇന്ത്യ ഉടനീളം പ്രത്യാക്രമണത്തിൽ പുലർത്തി പോന്നിട്ടുണ്ട്. ആദ്യ ദിവസം മുതൽ ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ചാൽ നമ്മൾ അവിടുത്തെ തീവ്രവാദികളെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. പിന്നീട് ഇങ്ങോട്ട് പ്രത്യാക്രമണം എന്നോണം ശക്തമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. എന്തായാലും ഇപ്പോൾ സമാധാന കരാർ നിലവിൽ വന്നിരിക്കുകയാണ് രണ്ടു രാജ്യങ്ങളും തമ്മിൽ. ഇത് എത്ര നാൾ നീണ്ടുപോകുമെന്ന് പറയാൻ കഴിയില്ല. കാരണം പാകിസ്ഥാന്റെ സമാധാന കരാർ ഉടമ്പടികൾ ഉണ്ടാകുന്നത് അവിടുത്തെ ഔദ്യോഗികമായ സൈന്യവും സർക്കാരും ഒക്കെ തമ്മിലാണ്. എന്നാൽ അവിടെ അവരുടെ നിയന്ത്രണത്തിന് അപ്പുറമുള്ള പല ഘടകങ്ങളും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതാണല്ലോ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അവിടുത്തെ സൈന്യത്തിന് തീവ്രവാദികളുടെ മുകളിലാണോ നിയന്ത്രണം, അതോ തീവ്രവാദികൾക്ക് സൈന്യത്തിന്റെ മുകളിലാണോ നിയന്ത്രണം എന്ന് ചോദിച്ചാൽ അത് ആദ്യമുണ്ടായത് തേങ്ങയാണോ തെങ്ങാണോ എന്ന് ചോദിക്കും പോലെയാണ്. വളരെ ബുദ്ധിമുട്ടാണ് അതിന് ഉത്തരം പറയുവാൻ. കാരണം ഇത് രണ്ടും കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ് പാകിസ്ഥാനിൽ. എന്തായാലും ഇന്ത്യ നൽകിയ ചുട്ട മറുപടി തന്നെയാണ് പാകിസ്ഥാനെ ഇത്തരണത്തിൽ ചിന്തിക്കുന്നതിന് പ്രേരിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി തന്നെ പാകിസ്ഥാനിൽ നിന്ന് സമാധാനത്തിന്റെ വിളിവരും അതിനുള്ള സാധ്യതയുണ്ടെന്നുള്ള പല റിപ്പോർട്ടുകളും വന്നിരുന്നു. എന്നാൽ നമുക്കത് വിശ്വസനീയമായി പോലും തോന്നിയില്ല. കാരണം പാകിസ്ഥാന്റെ നടപടികൾ അങ്ങനെയായിരുന്നു. നിരന്തരമായ ഡ്രോൺ ആക്രമണം, അതും സാധാരണ ജനങ്ങൾ അധിവസിക്കുന്ന സ്ഥലങ്ങളിൽ. ഇന്ത്യ ആകട്ടെ വളരെ കാൽക്കുലേറ്റഡ് ആയി 3 തരത്തിലുള്ള പദങ്ങളാണല്ലോ ഇന്ത്യ ഈ പ്രത്യാക്രമണത്തിൽ ഉടനീളം പറഞ്ഞുകൊണ്ടിരുന്നത്. 1 മെഷറബിൾ, 2 കാൽക്കുലേറ്റഡ്, 3 ഡി എസ്കലേറ്റിംഗ്. കൃത്യമായിട്ടുള്ള നടപടികളാണ് നമ്മൾ സ്വീകരിച്ചത്. ആദ്യം നമുക്ക് ഭീഷണിയായിരുന്ന തീവ്രവാദത്തിന്റെ കേന്ദ്രങ്ങളെ നമ്മൾ ഇല്ലാതാക്കി. ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ എ തോയ്ബയുടെയും ഒക്കെ മുജാഹിദീൻ സെന്ററുകൾ നമ്മൾ അടിച്ച് തകർത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമതായി നമ്മൾ ചെയ്തത്, നമ്മൾക്ക് ഇങ്ങോട്ട് വെച്ച അമ്പുകൾ 10 മടങ്ങായി നമ്മൾ തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. നമ്മുടെ സാധാരണക്കാരെ ആക്രമിച്ചപ്പോ നമ്മൾ പറഞ്ഞു, ഞങ്ങൾ സൈനികമായിട്ടുള്ള സെന്ററുകളെ ഒന്നും തന്നെ ആക്രമിക്കുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂർ ആദ്യം നടത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞത് ഡി എസ്കലേറ്റിംഗ് ആണ്. ഇനി ഞങ്ങൾ വലിയ ആക്രമണത്തിനൊന്നും പോകുന്നില്ല, ഞങ്ങൾ നീതി നടപ്പിലാക്കിയിരിക്കുന്നു എന്നാണ്. പക്ഷെ പാകിസ്ഥാൻ ഏതെങ്കിലും സാഹസത്തിന് മുതിർന്നാൽ അതിസാഹസമായിരിക്കുമെന്ന് പറഞ്ഞു. ഏതാണ്ട് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുവാനായിട്ട് മുതിർന്നു. നമ്മൾ നല്ല തിരിച്ചടി കൊടുത്തു. അത് അവരുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ തന്നെയായിരുന്നു. ലാഹോറും കറാച്ചിയും പല പ്രദേശങ്ങളിലും ശക്തമായ ആക്രമണമാണ് നമ്മൾ അഴിച്ചുവിട്ടത്. അതുകൊണ്ട് പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന്റെ എയർബോൺ സിസ്റ്റം കംപ്ലീറ്റ് ആയി തകർന്നു. അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാടെ തകർന്നു. അവർക്ക് ധാരാളം ഡ്രോണുകൾ നഷ്ടമായി. 2 പ്രധാനപ്പെട്ട ഫൈറ്റർ വിമാനങ്ങൾ നഷ്ടമായി. ഇതൊക്കെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കനത്ത പ്രഹരമായിരുന്നു. പക്ഷെ പാകിസ്ഥാൻ ഇന്ത്യയെ ഡ്രാഗ് ചെയ്തൊരു യുദ്ധത്തിലേക്ക് വലിച്ചിടാമെന്ന് അവിടുത്തെ തീവ്രവാദികൾ കരുതിയെങ്കിൽ തെറ്റി. ഇന്ത്യ വളരെ കരുതലോടെയാണ് പ്രതികരിച്ചത്. ഇന്ത്യ അപ്പോഴും യുദ്ധസമാന സാഹചര്യം എന്നേ പറഞ്ഞിട്ടുള്ള ഒരു യുദ്ധം എന്ന് പറഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ നിരവധി തവണ ഞങ്ങൾ യുദ്ധം തുടങ്ങിയാണ്, യുദ്ധത്തിന് വേണ്ടിയുള്ള കരുക്കൾ നീക്കുന്നു, ശക്തമായ ആക്രമണമായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മൾ അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് പാകിസ്ഥാൻ ചെയ്യുന്നതിന് മറുപടി ഡി എസ്കലേറ്റിംഗ് ആണ് നമ്മുടെ പോളിസി എന്ന് പറഞ്ഞു. കാരണം ഒരു യുദ്ധം ആർക്കും നന്മ പ്രദാനം ചെയ്യുന്നില്ല എന്നറിയാം. എന്തായാലും ഇപ്പോൾ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് പാകിസ്ഥാൻ. പ്രത്യേകിച്ചും ഇന്ത്യയെക്കാളേറെ ഈ സമ്മർദ്ദത്തിന് വിധേയമായത് പാകിസ്ഥാനാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവരുടെ നട്ടലൊടിക്കുന്ന നയമാണ് ഇന്ത്യ ആദ്യം സൈനികേതരമായി പിന്തുടർന്നത്. അത് തന്നെയായിരുന്നു തൽക്കാലമായി സിന്ധു നദീജല കരാറിൽ പിന്മാറുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമല്ലോ, പണ്ടേ അബല അതിന്റെ കൂടെ ഗർഭിണി എന്ന് പറയും പോലെയാണ്. പാകിസ്ഥാന്റെ സാമ്പത്തിക അവസ്ഥ പാടെ തകർന്നിരുന്ന ഒരവസ്ഥയിലാണ് ഇന്ത്യ ആ തീരുമാനവുമായി മുന്നോട്ട് പോയത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ കർഷകർ അവരുടെ ആഭ്യന്തരമായ പ്രശ്നങ്ങളൊക്കെ ഒരു വലിയ പ്രശ്നമായി അവിടെ പരിണമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മറുവശത്ത് നമ്മൾ ആലോചിക്കണം, ബലൂജ് മേഖലയിൽ ബലൂജ് ലിബറേഷൻ ആർമി ശക്തമായ ആക്രമണം പാകിസ്ഥാനെതിരെ അഴിച്ചുവിടുകയും അവരുടെ ധാരാളം മിലിറ്ററിയിൽപ്പെട്ട ആളുകളെ വധിക്കുകയൊക്കെ ചെയ്തു. ഒരു ട്രക്ക് ഇൻസിഡന്റിൽ ഏതാണ്ട് 12 പേരെയാണ് അവർ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് കൊന്നത്. അതേപോലെ തന്നെ അവർ കൊറ്റ പിടിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പൊ പല തരത്തിലും പാകിസ്ഥാൻ സമ്മർദ്ദത്തിലായി. ഒരു ഭാഗത്ത് അഫ്ഗാനിസ്ഥാനിലുള്ള ചില തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, അവിടെ നിന്ന് പലപ്പോഴും പാകിസ്ഥാനി അടുത്ത കാലത്തായി ചില സമ്മർദ്ദങ്ങളൊക്കെ നേരിടേണ്ടതായി വരുന്നുണ്ട്.
അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലെ ബലൂജ് ലിബറേഷൻ ആർമി പണ്ട് 2000-ൽ അത് റഷ്യയുടെ KGB ഏജൻസിമാർ ഉണ്ടാക്കിയതാണ്. പക്ഷെ അത് പാകിസ്ഥാന്റെ തലവേദനയെ മറന്നു. 3 അന്തർദേശീയ സമ്മർദ്ദം. 4 അവരുടെ ഇന്ത്യ ഈ വാട്ടർ ട്രീറ്റിയിൽ നിന്ന്, പ്രത്യേകിച്ച് സിന്ധു നദിയിലെ കരാറിൽ നിന്ന് പിന്മാറിയത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നടുവൊടിക്കുന്ന ഒരു നയമായി. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മൾ നഷ്ടത്തിന്റെ പട്ടിക എടുത്തു നോക്കിയാൽ ആഭ്യന്തരമായി പാകിസ്ഥാനെ തകർച്ച, അന്തർദേശീയ രംഗത്ത് നാണക്കേട്, അവരുടെ ആയുധങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടി, ഇന്ത്യയിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കുവാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇത്രയും ദിവസം തുടർച്ചയായി മിസൈലുകൾ, അവരുടെ ദീർഘദൂര മിസൈലാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചത്. 450 റേഞ്ചിൽ വരുന്ന ഒരു മിസൈൽ എടുത്ത് പ്രയോഗിച്ചിട്ട് അതുപോലും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ കഴിയാത്ത അൺപ്രൊഫഷണൽ ആയിട്ടുള്ള മിലിറ്ററിയാണ് തങ്ങളുടേതെന്ന് പറയാതെ പാകിസ്ഥാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു സന്ദർഭമാണിത്. ഇത് വളരെ നാണം കെട്ട ഒരു കീഴടങ്ങലാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷെ ഇന്ത്യ ആകട്ടെ, ഇന്ത്യ എപ്പോഴും തുടക്കം മുതൽ ഇപ്പോൾ വരെ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തെക്കാൾ ഇക്കാര്യത്തിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, എപ്പോഴും ഇന്ത്യയുടെ സൈന്യവും രാഷ്ട്രീയ നേതൃത്വവും പ്രതിപക്ഷവും ജനങ്ങളും എല്ലാം ഒന്നിച്ചിരുന്നുകൊണ്ട് യുക്തമായ തീരുമാനമെടുത്ത് പടിയായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പാകിസ്ഥാനിലാകട്ടെ ആദ്യം ന്യൂക്ലിയർ ആയുധം എന്ന് പറഞ്ഞ് വീമ്പിളക്കിയവരുടെ പൊടി പോലും കാണാനില്ല. അവർ ഏത് കൂടാരത്തിലാണ് എന്ന് പോയി ഒളിച്ചത് എന്ന് അവർക്ക് പോലും അറിയാൻ കഴിയില്ല. സൈനിക മേധാവി എവിടെയാണെന്ന് അറിയാൻ കഴിയില്ല. അസീം മുനീറിനെ അട്ടിമറിച്ചുകൊണ്ട് മറ്റൊരാൾ അധികാരത്തിൽ വന്നു എന്ന് പറയപ്പെടുന്നു. എന്തായാലും ഒട്ടേറെ മാറ്റങ്ങളാണ് അവിടെ സംഭവിച്ചത്. അവരുടെ ആണവ ആയുധങ്ങൾ ഉടനെ വർഷിക്കും ഇന്ത്യക്ക് മുകളിൽ തീമഴയായി എന്ന് പറഞ്ഞവരെ ഒന്നും കാണാനില്ലാതെ പോയി എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഇന്ത്യ ഇത്തരുണത്തിൽ സമാധാന കരാറിലേക്ക് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 രാജ്യങ്ങളും അതിലേക്ക് എത്തിയത് 2 രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. പക്ഷെ ഒരു താക്കീത് പാകിസ്ഥാനോട്, പരമാധികാരമാണ് പ്രധാനം സമാധാനത്തെക്കാൾ. അതുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയുടെ പരമാധികാരത്തെ ബഹുമാനിക്കുവാനും ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിനും സ്വത്തിനും സർക്കാരിന് സംരക്ഷണം നൽകേണ്ട ബാധ്യതയുള്ള ഒരു സർക്കാരാണ് ഭരിക്കുന്നതെന്നും പാകിസ്ഥാൻ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. എങ്കിലും സമാധാനം പുലരട്ടെ. നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചതുപോലെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ ഇപ്പോൾ പറക്കുന്നുവെങ്കിൽ അതിനെ നമ്മൾ ഒന്നാകെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇന്ത്യ ലോകത്ത് എപ്പോഴും സമാധാനം ആഗ്രഹിച്ച രാജ്യമാണ്. നിവർത്തികേട് കൊണ്ടാണ് പാകിസ്ഥാൻ ഇക്കാര്യത്തിലേക്ക് വന്നതെങ്കിലും നമ്മൾ അതിനെ ബഹുമാനിക്കുന്നു, സമാധാനത്തെ നമ്മൾ കാക്ഷിക്കുന്നു. എന്തുകൊണ്ട് ഈ തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സമാധാനം പുലരണമെന്ന് ഇന്ത്യയും പാകിസ്ഥാനും എന്തുകൊണ്ട് പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് വരുന്നു? ഉറപ്പായും അതിന് അന്തർദേശീയ ശക്തികളുടെ സമ്മർദ്ദമുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാന് നാണം കെട്ട തോൽവിയും അതിനുള്ള ഒരു കാരണമാണ്. കാരണം ഇന്ത്യ ഒരിക്കലും എസ്കലേറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടില്ല. ഈ യുദ്ധം മുന്നോട്ട് വലിച്ചു നീട്ടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ത്യ ഒരിക്കലും അവരുടെ നടപടികൾക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ അവിടെ നിന്നുണ്ടാക്കുന്ന ആക്രമണത്തിന് പ്രത്യാക്രമണം അല്ലാതെ മറിച്ചെന്തെങ്കിലും ഇന്ത്യ ചെയ്യുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നത്തിലുള്ള പരിഹാരമാണ്, മറിച്ച് പാകിസ്ഥാന്റെ മണ്ണിലുള്ള സാധാരണ ജനങ്ങളെ ഓരോ ദിവസവും കൊന്നെടുക്കുക എന്നുള്ളതല്ല ഇന്ത്യയുടെ അജണ്ട എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ രാജ്യമാണ് ഇന്ത്യ. വളരെ വർഷങ്ങളായി തീവ്രവാദത്തിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന ഇന്ത്യയിൽ നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കിയപ്പോൾ നേരത്തെയൊക്കെ അത് സൈനികമായിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നെങ്കിൽ അതിൽ നിന്ന് മാറി ഇന്ത്യയുടെ സിവിലിയൻസിനെ ഉന്നം വെച്ചപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കാൻ ആകില്ല എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ തിരിച്ചടിക്ക് നിർദ്ദേശം കൊടുക്കുകയും സർക്കാരിന്റെയും സൈന്യത്തിന്റെയും ഒക്കെ കൂടിയാലോചനകൾക്ക് ശേഷം നമ്മൾ കൃത്യമായി അവർ നൽകിയ ഓരോ ആക്രമണത്തിനും ചുട്ട മറുപടി കൊടുക്കുകയും ചെയ്തു. ഒടുവിൽ ആണവായുധം എന്ന ഉമ്മാക്കി കാട്ടി ഭീഷണിപ്പെടുത്തിയപ്പോൾ കൂടുതൽ ശക്തമായി നമ്മൾ തിരിച്ചടിച്ചു. പിന്നെ അവിടെ നയിക്കുന്ന ഓരോ ഡ്രോണും ഓരോന്നായി അന്തരീക്ഷത്തിൽ തകർന്നു വീണു. ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് മുമ്പിൽ പാകിസ്ഥാൻ പതറി. ഇന്ത്യ ആകട്ടെ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം പരിപൂർണമായി ആക്രമിച്ച് നാമാവശേഷമാക്കി. 450-ലധികം റേഞ്ചുള്ള അവരുടെ മിസൈൽ സംവിധാനം പോലും ഓരോ ദിവസവും പരാജയപ്പെടുന്നത് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മൾ കാണുകയാണ്. തുടർച്ചയായി അയച്ച ഡ്രോണുകളെല്ലാം വായുവിൽ ചിന്നിച്ചിതറി വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. തുടക്കത്തിൽ മുതൽ ഒടുക്കം വരെ ഇന്ത്യയുടെ ശേഷിയും സഹനശക്തിയും പരീക്ഷിക്കുവാൻ ശ്രമിച്ച പാകിസ്ഥാൻ അമ്പേ നാണം കെട്ടു എന്നുള്ളതാണ്. അതിന്റെ കൂടെ നമ്മൾ എടുത്ത മറ്റുള്ള നടപടികൾ, പ്രത്യേകിച്ച് സിന്ധു നദീജല കരാറിൽ പിന്മാറുക, പാകിസ്ഥാനെ സാമ്പത്തികമായി വട്ടകറക്കുക, അവർക്ക് കിട്ടാനുള്ള അന്തർദേശീയ സഹായങ്ങൾ തടയുക, അന്തർദേശീയ രംഗത്ത് സഹകരണം ഉറപ്പുവരുത്തുക, ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ നേടുക, ഇതൊക്കെ ഇന്ത്യ ചെയ്തപ്പോ ചൈനയിൽ നിന്നെങ്കിലും വ്യക്തമായ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പാകിസ്ഥാന് പ്രതീക്ഷിച്ച പോലെ ഒരു സഹായം കിട്ടിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. തുർക്കി എന്തോ ഒരു വിമാനത്തിൽ കുറെ സാധനങ്ങൾ അവർക്ക് കൊണ്ടുവന്ന് കളിക്കാൻ കൊടുത്തു എന്നതൊഴിച്ചാൽ ശക്തമായി തിരിച്ചടിക്കാൻ അവർക്കൊന്നും തന്നെ കയ്യിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്ത്യയുടെ സഹനശക്തിയെ പരീക്ഷിച്ചപ്പോൾ അത് അവർ കാണുന്നതിലേറെ ആഴമുള്ളതാണെന്നും എന്നാൽ അവയ്ക്ക് ശക്തമായ തിരിച്ചടി
നൽകാൻ കഴിയുമെന്നുമുള്ള പാഠം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പാകിസ്ഥാൻ പഠിച്ചു എന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ശരി തന്നെയാണ്. പക്ഷെ എങ്കിലും അതിനേക്കാൾ ഉപരി ഇന്ത്യ എപ്പോഴും ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമി നിലനിർത്തുന്ന ഒരു രാജ്യമാണ്. ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ സമ്മർദ്ദത്തിന് വിധേയമായി മാത്രം തീരുമാനമെടുക്കുന്ന ഒരു രാജ്യമല്ല ഭാരതം എന്ന് പറയുന്നത്. എന്നാൽ ഭാരതം അക്കാര്യത്തിൽ തീരുമാനമെടുത്തു. തീർച്ചയായും ഇന്ത്യ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു ഫലം കൂടിയാണ് ഈ സമാധാനമായിട്ടുള്ള കരാറിലേക്ക് രണ്ട് രാജ്യങ്ങളും വരുന്നുള്ള കാരണം. ഇപ്പോൾ സൈനിക തലത്തിൽ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്നു, രണ്ട് രാജ്യങ്ങളും സംസാരിച്ചിരിക്കുന്നു. പക്ഷെ എത്ര നാൾ ഇത് നീണ്ടുപോകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും പാകിസ്ഥാന്റെ സിവിൽ നേതൃത്വവും സൈനിക നേതൃത്വവും ഈ ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അത് എത്രത്തോളം ഭംഗിയായി പാകിസ്ഥാൻ പുലർത്തുന്നു, അല്ലെങ്കിൽ എത്രത്തോളം മര്യാദയോടെ പാകിസ്ഥാൻ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ കരാറിന്റെ നിലനിൽപ്പ്. എന്തായാലും ഒരിക്കലും ഇന്ത്യ ഈ മണ്ണിൽ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ഡി എസ്കലേറ്റിങ്ങിന് പാകിസ്ഥാൻ ഒരു വാക്ക് പറഞ്ഞാൽ ഇന്ത്യ രണ്ടു വാക്ക് മറുവാക്കായി പറയും. അത് ഭയന്നിട്ടല്ല, മറിച്ച് മര്യാദ കൊണ്ടാണെന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കിയിരുന്നാൽ ഒരുപക്ഷെ തെക്കേഷ്യയിൽ തന്നെ സമാധാനം പുലരുന്നതിനും ചില ഗൂഢശക്തികളുടെ താല്പര്യങ്ങളെ ഒരുമിച്ച് പരാജയപ്പെടുത്തുന്നതിനും നമുക്ക് കഴിയും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.